അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുഞ്ഞാവയും കൂടെ അത്യാവശ്യമായിട്ട് ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ്. ഞങ്ങൾക്ക് സമയം ഇല്ലാത്ത സമയത്ത് ഞാൻ പെട്ടെന്നൊരു വീഡിയോ എടുക്കാമെന്ന് ഓർത്ത്. കാരണം ഇനിയിപ്പോൾ ഈ മാസം വീഡിയോ ഇടാൻ പറ്റുമെന്നുള്ള അറിയത്തില്ല. അതുപോലെ തിരക്ക് പിടിച്ച ഓട്ടവും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ കുറച്ച് കുടുംബ പ്രശ്നങ്ങളും കുടുംബ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾ ഭയങ്കരമായിട്ട് തിരക്കിലായിപ്പോയി. അപ്പോൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇങ്ങനെ നിരത്തി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് പറയാനാണ് വന്നത് എന്ന് വെച്ചാൽ, കുറേ പേര് ഇങ്ങനെ നമുക്ക് പേഴ്സണലി മെസ്സേജോ അല്ലാണ്ടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ടാറ്റുവിനെ പറ്റി. ഞാൻ ടാറ്റു അടിച്ച കാര്യം അറിഞ്ഞു കാണുമല്ലോ അല്ലേ? ഒത്തിരി കാര്യങ്ങൾ സംശയങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് മറുപടി കൊടുക്കുന്നതിൽ നല്ലത് ഒരുമിച്ച് പറയുന്നതല്ലേ നല്ലത് എന്ന് തോന്നി. സന്തോഷം എന്ന് പറയുന്നത് ഒരുപാട് പേര്, ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ടാണ് ആൾക്കാർ ഇതിനെ കണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്കും കുറച്ച് പേര് നെഗറ്റീവായിട്ട് ചോദിക്കുന്നുണ്ട്. അതായത് പിന്നെ സ്നേഹം മനസ്സിലല്ലേ വേണ്ടത്, എന്തിനാണ് ഇങ്ങനെ ടാറ്റു കുത്തി അത് പ്രദർശിപ്പിക്കുന്നതെന്നൊക്കെ. അതായത് ഒരു ഇഞ്ചക്ഷൻ പേടിയുള്ള ഞാൻ, പിന്നെ ആര് ടാറ്റു ചെയ്താലും എനിക്ക് ഇഷ്ടമേ അല്ലാത്ത ഞാൻ, എനിക്ക് കാണുന്നതിന് ടാറ്റു എന്താണ് ഇതിൻ്റെ ആവശ്യമെന്ന് കരുതിക്കൊണ്ടിരുന്ന ഞാൻ, 8 മണിക്കൂർ വേദന. അതായത് നമ്മളൊരു സേഫ്റ്റി പിന്നോ അല്ലെ ഒരു പിന്നോ വെച്ച് കുത്തുമ്പോൾ എങ്ങനെയാണ് നമ്മളെ വേദനിക്കുക? നമ്മൾ ശരിക്കും ഒരു പിന്നെടുത്തിട്ട് കുത്തില്ലേ? അല്ലെ ഒരു പിന്ന് വെച്ച് നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളെ വേദനിക്കുന്നത്? അത്രയും വേദന ഞാൻ സഹിച്ച് ഇഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്ത് ഈ ടാറ്റു ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളമാണെന്ന്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ അദ്ദേഹം നേടിയ സ്ഥാനം എത്രത്തോളമാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ ഒരാൾ കണ്ടിന്യൂസ് നമ്മളിരുന്ന് ഇങ്ങനെ പിന്നു വെച്ച് കുത്തുന്നൊരു വേദന, അത് നമ്മൾ സഹിച്ച് ഇത്രയും ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി. എനിക്ക് അറിഞ്ഞുകൂടാ അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണം. അത്രയ്ക്കും ഞാൻ ഹാപ്പി ആയിട്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ ടാറ്റു ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് ഞാനൊരു കാര്യം പറയട്ടെ. ടാറ്റു ചെയ്യുന്നതിനെക്കാട്ടി വേദനയാണ് ടാറ്റു റിമൂവ് ചെയ്യാനെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കതിനെപ്പറ്റി അറിയത്തില്ല. പിന്നെ ചിലർക്ക് ഒരു തോന്നലുണ്ട് ലക്ഷങ്ങളാവും, വലിയ പൈസയാവും എന്നൊക്കെ, ഭയങ്കര പൈസയാവും എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു മിനിമം ഒരു 10,000 രൂപയൊക്കെ ഒരു മാക്സിമത്തിൽ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇതുപോലൊരു വലിയ ടാറ്റു ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. എനിക്ക് ചാനലുള്ളത് കൊണ്ടും ഇത് ചെയ്ത കൊച്ച് നമ്മുടെ പരിചയക്കാരനായതുകൊണ്ടും എനിക്ക് വളരെ, എൻ്റെ റേറ്റ് വേറെയാണ്, എനിക്ക് കിട്ടിയ റേറ്റ് വേറെയാണ്. 10,000 രൂപ പിന്നെ വലിയ എമൗണ്ട് അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അല്ല ചെറിയ എമൗണ്ടാണെന്നല്ല ഞാൻ പറഞ്ഞത്. അത്ര ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ടാറ്റു ചെയ്യാം. ഈവൻ ഈ മോൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് അവൻ ചെയ്തു തരും. ഞാൻ വയനാട്ടിലാണ് ചെയ്തത്. ഇത് ഞാൻ പ്രൊമോഷന് വേണ്ടി പറയുന്നതല്ല കേട്ടോ, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. എൻ്റെ വർക്കെല്ലാം അത്രയ്ക്കും പെർഫെക്റ്റാണ്. ക്രിയ ടാറ്റു സ്റ്റുഡിയോ, ഇത് മാനന്തവാടി വയനാട്, അവിടെയാണ് അവരുടെ സ്റ്റുഡിയോ. പുതിയ സ്റ്റുഡിയോ, പക്ഷേ പയ്യൻ നല്ല വർക്കാണ് ചെയ്യുന്നത്. അങ്ങനെ വേദനയുണ്ടോയെന്ന് ചോദിച്ചാൽ നല്ല വേദനയുണ്ട്. ടാറ്റു ആണോ? വേദനിച്ചിരിക്കും. വേദന സഹിക്കാൻ പറ്റുന്നവർക്ക് ഉള്ളൊരു ഓപ്ഷനാണ് ഈ ഒരു സംഭവം. ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം ആ ഒരു റേഞ്ച് പൈസയുള്ളവർക്ക് ഒരു നല്ലൊരു ടാറ്റു ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഫുള്ളൊക്കെ കൈയൊക്കെ എടുക്കുന്നവർക്കൊക്കെ കൂടുതൽ ഇതാവും. പിന്നെ പൊതുവെ എനിക്ക് വേദന പേടിയുള്ള വ്യക്തിയാണ്. നമ്മുടെ മനസ്സിലെ ഒരു എക്സൈറ്റ്മെൻറ്റ്, നമ്മളെന്താ പറയുക, നമ്മൾ പറയത്തില്ല, നമ്മൾ ശരിക്കും പ്രണയിക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ശരിക്കും എനിക്ക് അറിഞ്ഞൂടെ എന്താ പറയേണ്ടതെന്ന്. ഞാൻ വേദന അറിഞ്ഞില്ലെന്നല്ല, ഞാൻ നല്ല വേദന അറിഞ്ഞു. പക്ഷേ അറിഞ്ഞ വേദനയൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റി. എനിക്കുള്ള ഇഷ്ടം കൊണ്ടൊക്കെ എന്തോ എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആണ്. അപ്പോൾ മനസ്സിൽ സ്നേഹം മതിയായിരുന്നു എന്ന് പറഞ്ഞവരോട് നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ, നിങ്ങൾ സ്നേഹിച്ചോളൂ, എങ്ങനെ വേണമെങ്കിലും ചെയ്തോളൂ. എൻ്റെ സന്തോഷം എനിക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാനാണ് ഇപ്പോൾ തോന്നിയത്. ഞാനത് അങ്ങനെ ചെയ്തു. പക്ഷേ എന്നെ ഞെട്ടിച്ചതെന്ന് പറഞ്ഞാൽ കുഞ്ഞാവ തന്നെയാണ്. അവൻ ഭയങ്കര ഹാപ്പിയായി. അതായത് ഇത് ഫിനിഷിങ്ങിൽ കണ്ട ആ ഒരു മൊമെൻറ്റും ഞാൻ വേദന അനുഭവിച്ച മൊമെൻറ്റ്, അതായത് ഞാൻ ഈ 8 മണിക്കൂർ വേദനിച്ച് അവിടെ ഇരുന്നല്ലോ, വിങ്ങിപ്പെട്ടിരുന്നല്ലോ, ആ ഒരു സമയങ്ങളും ഇത് കണ്ടു കഴിഞ്ഞുള്ള അവൻ്റെ ആ ഒരു എക്സ്പ്രഷനും, അത് രണ്ടും തികച്ചും പേഴ്സണലാണ്. അത് പുറത്ത് അങ്ങനെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് നമ്മളിൽ തന്നെ നിൽക്കും. ഇടയ്ക്കൊരു കോള് വന്ന, അപ്പോൾ ആ സമയങ്ങൾ അതൊക്കെ നമ്മുടെ തികച്ചും ഒരു പേഴ്സണൽ മൊമെൻ്റ് ആയിട്ട് എടുത്തുകൊണ്ട് അതൊന്നും നമ്മൾ പബ്ലിക്കായിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതങ്ങനെ വേണ്ട, അതങ്ങനെ ഇരുന്നോട്ടെ. എൻ്റെ സെൽഫി സ്റ്റിക്ക് വണ്ടിയിലായിപ്പോയി, വണ്ടി ഇവിടെ ഇല്ല, അതുകൊണ്ടാട്ടാ. പിന്നെന്താണ്, യാത്ര പോകാനുള്ള ഒരു തിരക്കിലാണ്. പിന്നെ ഇപ്പോൾ വേറെ കാര്യമെന്ന് പറയുന്നത്, അപ്പോൾ ടാറ്റു ചെയ്യുന്ന ആൾക്കാരോട് എനിക്കിതൊക്കെ പറയാനുള്ളൂ. ആഗ്രഹമുള്ളവർ ചെയ്യുക, വേദന എന്തായാലും ഉണ്ടാവും. പിന്നെ നല്ല സ്ഥലം നോക്കി ചെയ്യുക, അല്ലെങ്കിൽ ഫിനിഷിങ് കിട്ടിയില്ലെങ്കിൽ, കാരണം നമ്മൾ വേറെ എന്ത് തീമും പോലെയല്ല, നമ്മളൊരു വ്യക്തിനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു പിക്ചർ വന്നില്ലെങ്കിൽ പിന്നെ അത് നമുക്കതങ്ങനെ മായ്ച്ചു കളയാനോ, ചെയ്തത് തന്നെയാണ്. അപ്പോൾ അത് നോക്കി കണ്ടും ചെയ്യിക്കുക. പിന്നെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലല്ല യൂട്യൂബിൽ നെഗറ്റീവായിട്ട് വന്നത്, കുഞ്ഞാവ എൻ്റെ കാൽപാദം, എൻ്റെ കിണികിണി കൊലുസിട്ട കാൽപാദം ചുംബിക്കുന്ന ഒരു ചെറിയൊരു റീലുണ്ടായിരുന്നു.
അതിന് കുറേ നെഗറ്റീവ് വന്നു. ഭർത്താവിനെ കൊണ്ട് അങ്ങനെ കാലിൽ ചെയ്യിക്കാൻ പാടില്ല, അങ്ങനെ കാലിൽ തൊടിയിക്കാൻ പാടില്ല, ഭർത്താവ് കാലേ തൊട്ടാൽ എന്തോ പറ്റുമെന്ന്. അത് കുഴപ്പമില്ല. കാരണം ആ വീഡിയോ എടുത്തത് തന്നെ എടുത്ത സമയം കുഞ്ഞാവയാണ് ആദ്യം അത് സ്റ്റാറ്റസ് ഇട്ടത്. അദ്ദേഹത്തിനില്ലാത്ത കുഴപ്പം എനിക്കുമില്ല, എനിക്കില്ലാത്ത കുഴപ്പം വേറെ ആർക്കും വേണ്ട. നിങ്ങൾ അഭിപ്രായം പറയുന്നു, ഞാൻ തിരിച്ച് എനിക്ക് പറയാനുള്ളത് പറയുന്നത് അത്രേ ഉള്ളൂ കേട്ടോ. പക്ഷേ അതിനെ പോസിറ്റീവായിട്ട് കണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരോടും സ്നേഹവും നന്ദിയും സന്തോഷവും മാത്രമേ ഉള്ളൂ. എന്നെ അറിയുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തെ അറിയുന്ന ആൾക്കാർക്കറിയാം ഞാൻ ഈ ടാറ്റു എത്രത്തോളം എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും എനിക്കുള്ളതെന്ന്. അതുപോലെ വഴിയിലൊക്കെ വെച്ച് കാണുമ്പോൾ ആൾക്കാരിങ്ങനെ കുഞ്ഞാവ് കൂടെ ഉള്ളപ്പോൾ പറയും ഇതുപോലെ നിന്നെ പോലെ തന്നെയുണ്ട് കുഞ്ഞാ, കറക്റ്റ് അത് തന്നെയെന്ന്. പുള്ളീൻ്റെ ഒരു അഭിമാനം നിങ്ങൾ കണ്ടറിയേണ്ടതാണ്. ഭയങ്കര എക്സൈറ്റഡുമാണ്, ഇങ്ങനെ ബ്ലഷ് ചെയ്യും, ഒരു വല്ലാത്തൊരു നാണവും ഒരു സന്തോഷമൊക്കെ, ഭയങ്കര സന്തോഷമായി. ഞാൻ വിചാരിച്ചു എനിക്കായിരിക്കും ഈ സന്തോഷമെന്ന്, പക്ഷേ ഇത് കണ്ടപ്പോൾ ആൾക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെയും കൂടുതൽ സന്തോഷം. പിന്നെ എൻ്റെ ജാനുവിൻ്റെ കുട്ടീൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു കുഞ്ഞ് മരിച്ചുപോയി, അവളെപ്പോലെ ഉണ്ടായിരുന്ന കുഞ്ഞ്. പക്ഷേ ആ കുഞ്ഞിൻ്റെ വാലാണ് ആദ്യം പുറത്ത് വന്നത്, തലയല്ല. അത് മരിച്ചിട്ടാണ് വന്നത്. പിന്നുള്ളത് കണ്ടില്ലേ കുട്ടീനെ, അവൾക്കും കുഞ്ഞ് കുറവാന്ന് നമുക്കറിയായിരുന്നു. പിന്നെ ചിന്നുവിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഏകദേശമൊക്കെ ഒതുങ്ങി തുടങ്ങിയിട്ടുണ്ട്. ചിന്നുവിനെ അമ്മ മുറ്റത്ത് നിർത്തി പെരയ്ക്കകത്ത് കൊണ്ടുവച്ച് വാതിലടച്ച് പെരയ്ക്കകത്ത് വെച്ച് അവൾ മനസ്സിൽ നിന്ന് ഇങ്ങനെ മാറി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെന്താ, നമ്മളെ പറമ്പിൽ നിറച്ച് ചീരയായി, കക്കിരിയൊക്കെ ഒരുപാടായി, പച്ചമുളകൊക്കെ ഇഷ്ടം പോലെയായി, കൃഷിയൊക്കെ ഒരുപാടായി. പക്ഷേ എനിക്കിപ്പോൾ അവിടെ വരെ പോയി വീഡിയോ എടുക്കാനുള്ള സമയമില്ല. നോക്കട്ടെ, ഞാൻ കാരണം സ്ഥലത്തില്ലായിരുന്നു. ഞങ്ങൾ എത്തിയത് ഇന്നലെ രാത്രിയിലാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ രാത്രിയിലെത്തി കിടന്നുറങ്ങി. രാവിലെ കുറേ പണിയും തിരക്കുമൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ സ്ഥലത്ത് വാസ്തു നോക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ട്. കല്ല് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഓരോന്നൊക്കെ നടക്കുന്നു. അപ്പം ഇന്ന് ഞങ്ങൾ വൈകിട്ട് പോവുകയാണ്. ഞങ്ങൾ ടാറ്റ പോവുകയാണ്. എവിടെയാണെന്നുള്ളത് സമയം പോലെ ഞാൻ അറിയിച്ചോളാം. അപ്പോൾ പോയിട്ട് വരാം. കിടു ഇതറാ ചക്കപ്പഴം. നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് പറയാൻ കൊള്ളാമെന്നുള്ളത്. അടിപൊളി ചക്ക. ഇത് നമ്മുടെ അടുത്ത ചക്ക. അമ്മ മേളോട്ട് കയറിപ്പോ ചേച്ചി. ചക്കതീറ്റി മത്സരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, അമ്മ അവിടെ ഒറ്റയ്ക്കിരുന്ന് ചക്ക കഴിക്കുന്നു, ആസ്വദിച്ച് കഴിക്കുന്നു. ഇതേണ്ട 2 ചക്കമടലുമായിട്ട് പോകുന്നു. അത് ഒരു കുഞ്ഞ് ഇല്ല, അവർക്ക് കുഴപ്പമൊന്നുമില്ല. എന്നല്ല ചിന്നുവിന് കുഞ്ഞിനെ കിട്ടിയോ? കണ്ണൊക്കെ നിറഞ്ഞല്ലോ, സന്തോഷമായോ? ഞാനും അറിയണ്ട, സൂക്ഷിച്ചോണേ. ചിന്നുവിന് കുഞ്ഞിനെ കിട്ടിയോ? എന്റെ ചിന്നുവിന് കുഞ്ഞിനെ കിട്ടി, എന്റെ പാട്ടുള്ള കുഞ്ഞിനെ കിട്ടിയോ? പാട്ടുന്നൊക്കെ രണ്ടമ്മമാരുടെ സ്നേഹപ്രകടനമായി കാണുന്നത്. എന്റെ പാട്ട് എന്തുവാ മതി കേട്ടോ. 2 പേരും മൂത്തല്ലോ, മതി. സന്തോഷമായോ? കണ്ണൊക്കെ നിറഞ്ഞല്ലോ. എന്താന്ന് പിന്നെ അലുവ ഇങ്ങനെ ഇരിക്കുന്നത്. അലുവയ്ക്ക് വാലുണ്ട്. എന്നെ പാത്തു ഒരു തവണ കൊടുത്തരാവേ. ജാനു എങ്ങാനോ അറിഞ്ഞ മക്കളെ നിങ്ങൾ തീർന്ന്. റിയൽ റോട്ട് വീലറാണ് എൻ്റെ ജാനു. തലയുടെ പുറകിലത്തെ കറുപ്പൊക്കെ ജിന്നു അമ്മയല്ല, അമ്മൂമ്മ തള്ള. ഈ നക്കി അതിന് വയ്യ, മതി. ഉമ്മച്ചിന്റെ കുഞ്ഞാ. നീ എന്താണ് ഒരുമാതിരി അവിഹിത ഗർഭം പോലെ പോലെ? നീയാണ് തന്ത ഓഫ് ദ ഇയർ. അപ്പോ അവന്റെ അല്ല എടീതി കൂടെ ശരിക്കറിയാവുന്ന കേട്ടോ. അല്ലാതെ നേരെ കാണുന്നതിനെക്കാട്ടി ഇതി കൂടെ വിളിക്കും. അത് ഒന്ന് ജാനുൻ്റെ ഏട്ടാ. ജാനു സ്കാനിങ്ങിന് പോയേക്കുക. ആ സമയത്ത് എടുത്ത് വെച്ചു കൊടുത്താ
എൻ്റെ കൊച്ചിന് പ്രശ്നമില്ല. നീ ഇപ്പോൾ എത്രയോ അമ്മമാർ ചേട്ടത്തി അനിയത്തിയൊക്കെ പ്രസവിച്ച് കിടക്കുമ്പോൾ ചേട്ടത്തിക്ക് വയ്യ അല്ല അനിയത്തിക്ക് വയ്യെങ്കിൽ ചേട്ടത്തി അനിയത്തിയുടെ മക്കൾക്കൊക്കെ പാൽ കൊടുക്കാറുണ്ട്. അങ്ങനെ കരുതിയാൽ മതി. നീ കുഞ്ഞമ്മയല്ലേ, കുഞ്ഞമ്മയ്ക്കൊക്കെ പാൽ കൊടുക്കാം. എടാ നിറഞ്ഞടാ നിൻ്റെ വയറ്. ഹലോ, ബബട് നെഞ്ഞു ബബട്. ഇത് നിറഞ്ഞെന്ന് കുമ്പ.